നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 2025 വരാൻ പോവുകയാണ്. പുതുവർഷത്തെ വളരെ ആകാംക്ഷയോടെയാണ് നമ്മൾ വരവേൽക്കാനായി ഒരുങ്ങുന്നതും. ഈ വരുന്ന പുതുവർഷം 2025 ബുധൻ സൂര്യൻ്റെ 3-ാം ഭാവത്തിലും സൂര്യൻ ബുധൻ്റെ 11-ാം ഭാവത്തിലുമാണ് എത്താനായി പോകുന്നത്. ഈ രണ്ട് ഗ്രഹങ്ങളും നീണ്ട 30 കൊല്ലങ്ങൾക്ക് ശേഷം ഈ സ്ഥാനത്തേക്ക് ഒരുമിച്ചെത്തുന്നു എന്ന ഒരു പ്രാധാന്യം കൂടിയുള്ള ഒരു വർഷമാണ് വരാൻ പോകുന്ന 2025. അപ്പോൾ ഈ ഒരുപാട് നീണ്ട കാലത്തിന് ശേഷമുള്ള ഈ ഒരുമിക്കൽ അല്ലെങ്കിൽ ഈ ഒരുമിച്ച് ചേരൽ നിമിത്തം ഏകാദശി യോഗത്തിനാണ് ഇവിടെ നാന്ദി കുറിക്കാനായി പോകുന്നത് 2025. അതുകൊണ്ട് തന്നെ ചില രാശിയിൽ ജനിച്ച ആളുകൾക്ക് ഇത് വളരെയേറെ ഭാഗ്യദായകമായ ഒരു യോഗമാണ് തുടങ്ങാനായി പോകുന്നത് 2025. അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമാക്കപ്പെടുന്ന ഒരു സമയമാണ് 2025. ശനിമാറ്റമൊക്കെ വരുന്ന ഒരു വർഷം കൂടിയാണ്. അതുകൊണ്ട് തന്നെ വളരെയേറെ സമ്പന്നതയിലേക്ക് ചില നക്ഷത്രക്കാർക്ക് കുതിച്ചുയരാൻ 27 നക്ഷത്രക്കാർക്കും വളരെ ഭാഗ്യദായകമാണ്. ചിലരെന്നല്ല, 27 നക്ഷത്രക്കാർക്കും സമ്പന്നതയിലേക്ക് കുതിച്ചുയരാൻ. അത് പിന്നെ ഓരോ നക്ഷത്രക്കാർക്കും അതിൻ്റേതായിട്ടുള്ള തോത് കൂടിയും കുറഞ്ഞും ഇരിക്കുമെങ്കിൽ പോലും 27 നക്ഷത്രക്കാർക്കും വരുന്ന 2025 വളരെയേറെ ഭാഗ്യദായകമായ ഒരു വർഷം തന്നെയായിരിക്കും. ഇപ്പോൾ ഇവിടെ പറയുന്നത് സൂര്യനും ബുധനും ഒരുമിക്കുന്നതിൻ്റെ നിമിത്തം 2025 30 വർഷങ്ങൾക്ക് ശേഷം ഇവർ ഒരുമിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗ്യം ജീവിതത്തിൽ എത്താൻ പോകുന്ന ആ രാശിക്കാർ ആരൊക്കെയെന്നതാണ്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഈ അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തുന്നതിനായി ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ ഇതിൽ 2025 വരുന്ന സമയത്ത് ഈ രാശിമാറ്റത്തിന് വിധേയമാകുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം അല്ലെങ്കിൽ ആദ്യത്തെ രാശി വരുന്നത് മേടം രാശിയാണ്. മേടം രാശിയിൽ വരുന്ന അശ്വതി, ഭരണി, കാർത്തിക ആദ്യ ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് വളരെ ഗുണകരമായ ഒരു വർഷമായിരിക്കും വരാൻ പോകുന്ന 2025. അനവധി സ്വപ്നങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിട്ടുണ്ട്. പക്ഷേ 2024 എന്ന വർഷത്തിൽ അതൊന്നും നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ സാധിക്കാതെ പോവുകയും ചെയ്തിട്ടുണ്ട്. ഒന്നും ചെയ്യാൻ കഴിയാത്ത ആളുകളുണ്ട്. എന്നാൽ ചില ആളുകൾക്ക് 1-2 കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഭാഗ്യദായകമായ കാര്യങ്ങൾ സംഭവിച്ചിട്ടുമുണ്ട്. എന്നാൽ വരുന്ന 2025 പുതുവർഷത്തിൽ ഏറ്റവും ഭാഗ്യദായകമായ സമയമാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെയും പൂർത്തീകരിക്കപ്പെടുന്ന ഒരു സമയം കൂടിയാണ് വന്നണയാനായി പോകുന്നത്. അതിൽ പ്രധാനമായി എടുത്തു പറയേണ്ടത് നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള ചുറ്റുപാട് മെച്ചപ്പെടുമെന്നതാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സിസ്റ്റത്തിന് അല്ലെങ്കിൽ ആ ഒരു രീതിക്കായിരിക്കും മാറ്റം ഉണ്ടാകാൻ പോകുന്നത് 2025. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ സമ്പത്തില്ല അല്ലെങ്കിൽ മുന്നോട്ട് എന്തെന്ന് അറിയാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നതെങ്കിൽ പോലും വരുന്ന പുതുവർഷത്തിൽ അതിനൊരു മാറ്റമാണ് ഉണ്ടാകാനായി പോകുന്നത്. ബാധ്യതകൾ ഒന്നൊന്നായി നിങ്ങൾക്ക് ഈ ഒരു സമയത്തിനുള്ളിൽ തീർപ്പാക്കിയെടുക്കുക അല്ലെങ്കിൽ തീർക്കാനായി സാധിക്കുന്നതാണ്. കാരണം നിങ്ങളിലേക്ക് സൂര്യൻ്റെ അനുഗ്രഹം വരുന്നുണ്ട്, ബുധൻ്റെ അനുഗ്രഹം വരുന്നുണ്ട്. അപ്പോൾ സാമ്പത്തികമായി ഒരു ഉന്നതിയിലേക്ക് നിങ്ങൾ കടക്കാൻ പോകുന്നൊരു വർഷമായതിനാൽ തന്നെ നിങ്ങളുടെ കടബാധ്യതകളിൽ നിന്നൊക്കെ ഒരു മോചനം നിങ്ങൾക്ക് നിങ്ങളാൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ, നിങ്ങളുടെ കഴിവ് കൊണ്ട് തന്നെ എന്തെല്ലാം കടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അത് ആര് മുഖേനയായാലും അച്ഛനായാലും അല്ലെങ്കിൽ സഹോദരങ്ങളുടെ ജോലി കാര്യത്തിനോ വിദ്യാഭ്യാസ കാര്യത്തിനോ അങ്ങനെ എന്ത് കാര്യത്തിന് എടുത്ത കടങ്ങളായാലും നിങ്ങളാൽ അതൊക്കെ വീട്ടി ഒരു സന്തോഷം, ആത്മനിർവൃതി കിട്ടുന്ന ഒരു സമയം കൂടിയായിരിക്കും വരാൻ പോകുന്ന 2025. ജീവിത നിലവാരം മെച്ചപ്പെടുന്ന രീതിയിലുള്ള ഒരു ഉയർച്ചയാണ് നിങ്ങൾക്ക് 2025 കാണുന്നത്. ഇനി ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, അതായത് ഇപ്പോൾ ഒരുപാട് ആളുകൾ ബിസിനസ്സിലേക്ക് ഇറങ്ങണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ട്. അപ്പോൾ ചെറിയ ചെറിയ രീതിയിലേക്ക് ബിസിനസ് വിപുലീകരിച്ചാണ് വർഷങ്ങൾക്ക് ശേഷം അത് വലിയ ഒരു തോതിലേക്ക് വളരുന്നത്. ഇപ്പോഴുള്ള ബിസിനസ് ചെയ്യുന്ന ആളുകളെല്ലാം പെട്ടെന്ന് പൊട്ടിമുളച്ചതല്ല, അവരുടെ കഴിവ് കൊണ്ട് ചെറിയ നിലയിൽ നിന്ന് ഉയർന്ന് വലിയ നിലകളിലേക്ക് എത്തിയവരാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് 2024 ആഗ്രഹമുള്ളവരുണ്ടാകും ബിസിനസ് ചെയ്യണമായിരുന്നു എന്നൊക്കെ. പക്ഷേ അത് സാധിക്കാതെ പോയവർ ആ ആഗ്രഹം എടുത്ത് കുപ്പയിൽ എറിയരുത്. നിങ്ങൾക്ക് 2025 ബിസിനസ് ഭാഗ്യവുമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ആശയമൊക്കെ മനസ്സിലുള്ളവർ വീണ്ടും അതൊന്ന് വിപുലീകരിച്ച് നിങ്ങളുടെ മനസ്സിലൊന്ന് ക്രോഡീകരിച്ച് വയ്ക്കുക. 2025 ബിസിനസ് ചെയ്യാനുള്ള നിങ്ങളുടെ ഭാഗ്യവും അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവ് ഉയർത്തിയെടുക്കാൻ കഴിയുന്ന ഒരു വർഷമാണ്. അതിലൂടെ നിങ്ങൾക്ക് നേട്ടം ഉണ്ടാക്കിയെടുക്കാനും സാധിക്കുന്ന ഒരു അവസരം കൂടിയാണ് വന്നണയാനായി പോകുന്നത്. മകരം രാശിയാണ് അടുത്തത്. ഉത്രാടം അവസാനം 1/4 ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് 2024 നിങ്ങൾക്കുണ്ടായ വിഷമങ്ങളൊക്കെയും മാറുന്ന ഒരു വർഷമായിരിക്കും 2025. ചിലപ്പോൾ 2024 എനിക്ക് ഇങ്ങനെ ഒരു വിഷമഘട്ടം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയിരുന്നോ എന്ന് തോന്നി നിങ്ങൾക്ക് മറന്നു പോകുന്ന തരത്തിലുള്ള ഒരു ഉയർച്ചയാണ് നിങ്ങൾ 2025 മകരം രാശിക്കാരായ ആളുകളെ കാത്തിരിക്കുന്നത്. അതേപോലെ തന്നെ വിദ്യാർത്ഥികളായ ആളുകൾ
ആഗ്രഹിക്കുന്ന ചില കോഴ്സുകളുണ്ട്. അതിന് ഫീസ് ഒരുപാട് കൂടുതലായതിനാൽ പഠിക്കാൻ സാധിക്കാതെ അതിനുള്ള ഫീസ് സമാഹരിക്കാനുള്ള തത്രപ്പാടിലുള്ള ആളുകളൊക്കെ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച കോഴ്സിന് പോകാൻ ഉള്ള ഒരു ഭാഗ്യം കൂടി സിദ്ധിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു വർഷമായിരിക്കും 2025. അതേപോലെ തന്നെ വിലപിടിപ്പുള്ള വസ്തുക്കൾ വാങ്ങുവാനും വിലപിടിപ്പുള്ള വസ്തുക്കൾ മറ്റുള്ളവരാൽ നിങ്ങൾക്ക് സമ്മാനം പ്രസൻ്റായിട്ട് കിട്ടാനൊക്കെ ഉള്ളൊരു ഭാഗ്യം കൂടി നിങ്ങൾക്ക് സിദ്ധിക്കുന്നതാണ്. അതിൽ ഏറ്റവും പറയേണ്ടത് നിങ്ങളുടെ ധനം കൊണ്ട്, നിങ്ങളുടെ വരുമാനം കൊണ്ട്, നിങ്ങളുടെ വേതനം കൊണ്ട് നിങ്ങൾക്ക് തന്നെ വാങ്ങിച്ച് വസ്തുക്കളൊക്കെ, അതായത് വിലപിടിപ്പുള്ള വസ്തുവകളൊക്കെ വാങ്ങിച്ച് അതിൽ സന്തോഷവും നിർവൃതി അണയാനുമുള്ളൊരു ഭാഗ്യം കൂടി മകരം രാശിക്കാരായ ആളുകൾക്ക് 2025 ഉണ്ടാകുന്നതാണ്. സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെയും നീങ്ങുന്ന ഒരു വർഷം തന്നെയായിരിക്കും വരാൻ പോകുന്ന 2025. പുതിയ തലത്തിലുള്ള ഓരോ ഉത്തരവാദിത്വങ്ങളൊക്കെ നിങ്ങളെ തേടിയെത്തും. അതായത് നമ്മളൊരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ഉത്തരവാദിത്വങ്ങളായി, അല്ലെങ്കിൽ നമ്മളൊരു വിവാഹത്തിലേക്ക് കടന്നാൽ പോലും അത് പിന്നെ നമ്മൾക്ക് ഉത്തരവാദിത്വങ്ങളിലേക്കാണ് നമ്മൾ വീണ്ടും ചെന്നെത്തുന്നത്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള നിലയിലേക്ക് പോകാനും ഈ ഒരു സമയത്ത് വിവാഹം നടക്കാതെ വിഷമിച്ച ആളുകൾക്ക് വിവാഹം നടക്കാനും ഒക്കെയുള്ളൊരു യോഗം കൂടി 2025 നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ബിസിനസ് ലാഭകരമായി മുന്നോട്ട് കൊണ്ടുപോകാനായി ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ 2024 ബിസിനസ്സിൽ മെച്ചപ്പെട്ട നേട്ടമൊന്നും കാഴ്ചവെക്കാൻ സാധിക്കാതെ പോയ ആളുകൾ വിഷമിക്കേണ്ട 2025 നേട്ട സമയമാണ്. ഇനി നിങ്ങൾക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള കിട്ടേണ്ട അനുഗ്രഹം മാതാപിതാക്കളുടെയാണ്. ആ അനുഗ്രഹം നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്ന ഒരു വർഷമാണ്. അതുകൊണ്ട് തന്നെ പിടിച്ചതൊക്കെയും പൊന്നായി, അല്ലെങ്കിൽ പിടിച്ചതൊക്കെയും നേട്ടമായി നിങ്ങൾക്ക് നേടിയെടുക്കാൻ കൂടി സാധിക്കുന്ന ഒരു വർഷമായിരിക്കും വരാൻ പോകുന്ന 2025. കുംഭമാണ് അടുത്ത രാശി. അവിട്ടം രണ്ടാം പകുതി ഭാഗം, ചതയം, പുരുരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് ബുധനും സൂര്യനും ഇങ്ങനെ സ്ഥാനമാറ്റം നടത്തുന്നതിനാൽ, ഒരുമിച്ച് 30 വർഷങ്ങൾക്ക് ശേഷം വരുന്നതിനാൽ തന്നെ മഹാഭാഗ്യ സമയമാണ് 2025. ബിസിനസ് ചെയ്യുന്നതിന് ഏറ്റവും ഉത്തമമായ സമയമാണ്. ഗുണങ്ങൾ ഏറെ സിദ്ധിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ ഒരു 2024 ഗുണങ്ങളല്ല, ദുഃഖങ്ങളാണ്, ദോഷങ്ങളാണ്, ദുരിതങ്ങളാണ് സംഭവിച്ചതെങ്കിൽ വിഷമിക്കേണ്ട കാര്യമില്ല. ഈ ഒരു സമയവും കടന്നു പോകും. അങ്ങനെ കടന്നുപോയി നിങ്ങൾ എത്തപ്പെടുന്നത് 2025 ആ 25 നിങ്ങൾക്ക് 24 സാധിക്കാതെ പോയതൊക്കെയും നേടിയെടുക്കാനായി നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു ഭാഗ്യവർഷം കൂടിയാണ് 2025. വിദേശ ജോലിക്ക് താല്പര്യപ്പെട്ട് പോകാനിരിക്കുന്ന ആളുകൾ, ഈ ഒരു വർഷം നിങ്ങൾക്കത് സാധിക്കാതെ പോയെങ്കിൽ വിഷമിക്കേണ്ട. 2025 കുംഭം രാശിക്കാർക്ക് വിദേശത്ത് പോകാനുള്ള ഭാഗ്യമാണ് തെളിഞ്ഞു കാണുന്നത്. അവസരം താനെ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. സാമ്പത്തിക ഭദ്രത 2025 12 മാസമുണ്ട്. ഈ മാസത്തിനുള്ളിൽ തന്നെ നിങ്ങളിലേക്ക് വിദേശ ജോലിയുണ്ട്. ആ വിദേശത്ത് പോയി നിങ്ങൾക്ക് സാമ്പത്തികമായ ഒരു അടിത്തറ ഉണ്ടാക്കിയെടുക്കാൻ ആ ഒരു വർഷം തന്നെ ധാരാളമാണ്. കരിയറിൽ ഒരു വളരെ ഉയർച്ചയും നേട്ടവും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു സമയമാണ്. ഉയർന്ന ജോലിയാണ് കുംഭം രാശിക്കാരായ ആളുകൾ 2025 കാത്തിരിക്കുന്നത്. അതുകൊണ്ട് 2024 ടെസ്റ്റ് എഴുതി അത് പാസ്സായില്ല, അല്ലെങ്കിൽ അത് കിട്ടിയില്ല, അല്ലെങ്കിൽ ഇൻ്റർവ്യൂസ് ഒരുപാട് പോയി അറ്റൻഡ് ചെയ്തു, പക്ഷേ അത് കിട്ടിയില്ല എന്നൊക്കെ വിലപിക്കുന്ന ആളുകൾ ഉണ്ടാകും. പക്ഷേ അത് പൊയ്ക്കൊള്ളട്ടെ, നമ്മൾക്ക് അതല്ല, അതിനെക്കാട്ടി മികച്ചത് കിട്ടാനിരിക്കുന്നത് കൊണ്ടാണ് ഇത് നമ്മൾക്ക് നഷ്ടപ്പെട്ടത് എന്നുള്ള നിങ്ങൾ വിശ്വസിക്കുക. കാരണം അങ്ങനെ ഒരു വർഷമാണ് കടന്നു വരാനായി പോകുന്നത്. വിദ്യ കൊണ്ട് വിജയം ഉണ്ടാക്കിയെടുക്കാനായി നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ് ഇനി വരാൻ പോകുന്നത്. നേട്ടത്തിൻ്റെ ഒരു കൊടുമുടി നിങ്ങളുടെ മുന്നിലായി തുറക്കപ്പെടുന്ന, അല്ലെങ്കിൽ ആ പാത നിങ്ങളുടെ മുന്നിൽ അടഞ്ഞു കിടന്ന അവസ്ഥയിൽ നിന്ന് തുറക്കപ്പെട്ട് നിങ്ങളാൽ തന്നെ ആ പാത കീഴടക്കാൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ് കുംഭം രാശിക്കാരായ ആളുകൾക്ക് 2025 സിദ്ധിക്കുന്നത്. പൂർണ്ണ തോതിൽ നിങ്ങൾക്കൊരു വിജയമാണ്. ഞാനൊരു വിജയമാണ്, പരാജയമല്ല. അല്ലെങ്കിൽ ഈ ഒരു കഴിഞ്ഞ വർഷത്തിൽ എനിക്ക് നേട്ടങ്ങളെന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിട്ടില്ല, പക്ഷേ ഈ വർഷങ്ങൾ നേട്ടങ്ങളാൽ നിറഞ്ഞിരുന്ന ഒരു ജീവിതമാണ് എനിക്ക് കിട്ടിയതെന്ന് നിങ്ങൾക്ക് കണ്ണടച്ച് പറയാൻ സാധിക്കുന്ന ഒരു വർഷമായിരിക്കും വരാൻ പോകുന്ന 2025. കാരണം അത്രത്തോളം ഭാഗ്യദായകമായ ഒരു സമയമാണ് ഈ 3 രാശിക്കാർക്കും. പക്ഷേ എങ്കിലും പ്രത്യേകിച്ച് പറയേണ്ടത് ഈ കുംഭം രാശിക്കാരുടെ കാര്യമാണ്. ശനിമാറ്റമൊക്കെ വരുന്നത് നിമിത്തം തന്നെ വളരെ ഭാഗ്യം ഇവർക്ക് സിദ്ധിക്കുന്നുണ്ട്. അതുകൂടാതെ ഈ സൂര്യനും ബുധനും 30 വർഷങ്ങൾക്ക് ശേഷം ഇവരുടെ ഒത്തൊരുമ കൂടി വരുന്നപ്പോൾ നമ്മൾ പറയാറുണ്ട് എല്ലാം കൂടി ഒരുമിച്ച് വരുന്ന ഒരു അവസ്ഥയെന്ന് പറയില്ലേ, ആ ഒരു അവസ്ഥയ്ക്ക് കൂടിയാണ് ഈ കുംഭം രാശിക്കാർക്ക് നാന്ദി കുറിക്കാനായി പോകുന്നത്. അപ്പോൾ 2025 വളരെ ഭാഗ്യദായകമായ ഒരു വർഷമാണ് വരാൻ പോകുന്നത്. വളരെ നേട്ടങ്ങളുടെയും ഐശ്വര്യങ്ങളുടെയും ഒരു വർഷമാണ് കടന്നു വരാൻ ഇനി ഏതാനും ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ മുന്നിലേക്ക് കടന്നു വരാനായി പോകുന്നത്.